ഇത് നമ്മുടെ ഒരു കടമയാണ്, ഇത് നമ്മുടെ കർത്തവ്യമാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സംഘടന. കച്ചവടവും കാശും മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സമൂഹത്തിന്റെ ഉദ്ധരണി കൂടെ നമ്മൾ കാണുന്നതുകൊണ്ട് എപ്പോഴാണേലും എന്തിനാണേലും ഏത് അവസരത്തിനാണേലും ഉയർന്ന് പ്രവർത്തിക്കുവാനായിട്ടുള്ള കഴിവ് നമുക്കുണ്ട്, അതിനുള്ള മനസ്സ് നമുക്കുണ്ട്. ഏറ്റവും വലിയ പ്രൊജക്ടിന് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ കമ്മിറ്റികളൊന്നും കൂടാതെ പ്രഖ്യാപിച്ച വലിയൊരു പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. ഏതാണ്ട് 3.5 കോടിയുടെ ഫർണിച്ചറാണ് നമ്മളെല്ലാം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. വിധവയുടെ നാണയത്തൊട്ട് അതുപോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മളെ എല്ലാവരും ഇല്ലായ്മയിൽ നിന്നാണ് നമ്മൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മളല്ലാണ്ട് വലിയൊരു ആർഭാടത്തിൽ നിന്നല്ല നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് മനസ്സ്, ആ ഹ്യൂമയുടെ മനസ്സും അതിന്റെ നേതൃത്വത്തിന്റെ മനസ്സും. പുമ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടത്താൻ പുമ അംഗങ്ങളുണ്ട്. അതിന്റെ മാനുഫാക്ചേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും റീറ്റെയിലേഴ്സും ജില്ലാ ഏരിയ ഭാരവാഹികളും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഏത് വലിയ പ്രോജക്റ്റും നടത്താം എന്നുള്ളതിന്റെ തെളിവാണിത്. നമ്മളെത്ര സാമ്പത്തിക സൗകര്യമുള്ള, നമ്മളെത്ര ആത്മാഭിമാനമുള്ള ആളുകൾ ഒരാളിൽ നിന്ന് സഹായം വാങ്ങിക്കുന്ന സമയത്ത് അയാളെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു മാനസികാവസ്ഥ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കും. പക്ഷേ അത് 365 ദിവസം ടാക്സ് നൽകുന്ന ഒരു ഗവൺമെന്റാണ് ഈ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അഭിമാനത്തോടെ, അവന്റെ അഭിമാനത്തിന് തെല്ലും ശതമില്ലാതെ അത് സ്വീകരിക്കാൻ കഴിയും എന്ന ഒരു തിരിച്ചറിവും ഞങ്ങൾക്ക് അവിടെ നിന്നുണ്ടായി. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഗവൺമെന്റ് ത്രൂ ചെയ്യുന്നത്. നമുക്ക്
ട്രഡീഷണൽ പ്ലസ് മോഡേൺ കോൺസെപ്റ്റ് ഒന്നിച്ചു കൊണ്ടുവന്ന ഒരു സോഫ മാനുഫാക്ചർ ആണ്. നേരത്തെ സോഫയിൽ ഒരാൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, സ്വർഗം പോലെയാണ്, സ്വർഗത്തിലിരിക്കുന്ന പോലെ എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ രഹസ്യം? ഏറ്റവും നല്ല പ്രീമിയം പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുന്നത്. അതിന് ഏറ്റവും പ്രീമിയം മെറ്റീരിയൽ ഉപയോഗിക്കുക, പ്രീമിയം മെറ്റീരിയൽ ഉപയോഗിക്കുക, ഏറ്റവും നല്ല മാനുഫാക്ചറിങ് സാഹചര്യം ഒരുക്കുക, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പണിക്കാർക്ക് പൈസ കൊടുക്കുന്ന ആള് തീർച്ചയായും തീർച്ചയായിട്ടും എന്താ ഏറ്റവും കൂടുതൽ പണിക്കാർക്ക് പൈസ കൊടുക്കുന്ന കാരണം? ഫിനിഷിങ്ങിന് ഈ സാധനങ്ങൾ എത്തിക്കാൻ ഏറ്റവും നല്ല കൂലി തന്നെ കൊടുക്കണം. അത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ കൂടെ നിർത്തണം. എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ വേണം. കേരളത്തിലെ പ്രീമിയം ഷോറൂമുകളിലൊക്കെ സ്കൈലോണയുടെ ബ്രാൻഡിലാണ് കൊടുക്കുന്നത്. അതെ അതെ. കുന്നത്ത് ഫർണിച്ചറിനാണ് അറിയപ്പെടുക. ഇപ്പൊ സ്കൈലോണ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒന്ന് റീബിൽഡ് ചെയ്തു, ഇമാജിൻ ചെയ്തു. അപ്പൊ ആ പുതിയ ശ്രേണിയിലുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലായിടത്തും കിട്ടും. സ്കൈലോണയുടെ സോഫ നിങ്ങളെ ഷോറൂമിൽ ഉണ്ടോ എന്ന് ചോദിക്കുക, എന്നിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുക. കാരണം എന്താ വെച്ചാല് ചില പ്രൊഡക്റ്റുകൾ ചിലരുണ്ടാക്കിയാലേ റെഡി ആവുള്ളൂ. അപ്പൊ സ്കൈലോണയുടെ പ്രൊഡക്റ്റ് ആർക്കും വേണമെങ്കിലും കോപ്പി അടിക്കാം, പക്ഷെ അതൊരിക്കലും സ്കൈലോണ സെയിം ആവില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും സോഫയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫർണിച്ചർ വീഡിയോസ് ഈ പേജിലൂടെ വരുന്നുണ്ട്. അത് കാണുന്നതിന് പേജ് ഒന്ന് ഫോളോ ചെയ്യുക.